ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു മുട്ടക്കറി ഉണ്ടാക്കിയല്ലോ. നമുക്കൊരു മുട്ട മസാലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: മുട്ട വേണം. ഞാനിവിടെ പച്ചക്കറിയെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനാവശ്യമായിട്ട് നമുക്ക് ഉള്ളി വേണം, ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു തക്കാളി, എൻ്റെ ഇവിടെ എടുത്ത തക്കാളി വലിയ തക്കാളിയാണ്. ഇത്രയും സാധനങ്ങളാണ് പച്ചക്കറിയായിട്ട് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, ഉപ്പ് വേണം, മല്ലിപ്പൊടി വേണം, ജീരകം വേണം, തേങ്ങ വേണം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് മുട്ട പുഴുങ്ങാനിടാം. മുട്ട പുഴുങ്ങുന്നത് സാധാരണയും പുഴുങ്ങാം, അല്ലെങ്കിൽ കുക്കറിലാണെങ്കിൽ നമ്മൾ കുക്കറിൽ വെള്ളം വെച്ച് മുട്ട ഇതിലിട്ടിട്ട് ഒറ്റയൊരു വിസിലടിച്ചാൽ മുട്ട വെന്ത് കിട്ടും കേട്ടോ. മുട്ട പുഴുങ്ങാൻ നോർമലായിട്ട് ഇടുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് പുഴുങ്ങുകയാണെങ്കിൽ നമുക്ക് മുട്ട പൊട്ടാണ്ട് കിട്ടും. അത് നമുക്ക് മുട്ട പുഴുങ്ങാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഈ പച്ചക്കറികളെല്ലാം ഏത് പാത്രത്തിലാണ് നമ്മൾ കറി വെക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഈസിയാണ് കേട്ടോ ഈ കറി ഇതിലേക്ക് ഇടുക. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഉരുളക്കിഴങ്ങും തക്കാളിയും എല്ലാ സാധനവും ഏത് പാത്രത്തിലാണ് നമ്മൾ കറി വെക്കുന്ന മസാലക്കറി വെക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഇടുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മളിവിടെ വറുത്ത് ചേർക്കണം. നമ്മൾ മല്ലിപ്പൊടിയും ചേർത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാം. ഇത് എൻ്റെ അമ്മമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അമ്മമ്മ എപ്പോഴും ഇങ്ങനെയാണ് മുട്ട മസാലക്കറി ഉണ്ടാക്കൽ. അമ്മമ്മേൻ്റെ വീട്ടിലെല്ലാം പോയിട്ടാകുമ്പോൾ അധികം ഉണ്ടാകുന്ന ഒരു കറിയാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതിന് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാം. അപ്പോഴേക്ക് അത് വേവുന്ന സമയമാകുമ്പോഴേക്ക് നമുക്ക് തേങ്ങയും ജീരകവും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിതാ ഇവിടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം നമുക്ക് തേങ്ങയും ജീരകവും കൂടി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇനി തിളച്ച് വരട്ടെ കേട്ടോ. എന്നാലും തിളച്ച് ഉരുളക്കിഴങ്ങും തക്കാളിയെല്ലാം വേവട്ടെ. ഞാനിവിടെ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെയും ചെയ്യാം, ഇല്ലെങ്കിൽ തേങ്ങ വറുത്തിട്ട് നല്ല ഗോൾഡൻ കളർ വരുന്നവരെ വറുത്തിട്ടും അരച്ച് ചേർക്കാം. ലാസ്റ്റ് കറിയായിട്ടാകുമ്പോൾ ഉണ്ടല്ലോ, ലാസ്റ്റ് ചെറുങ്ങനെ ഉള്ളി മുറിച്ചിട്ടിട്ട് കറിവേപ്പില ഇട്ടിട്ട് വറുത്തിടുക. അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ചില ആൾക്കാർ ചിക്കൻ മസാലയും ചേർക്കും. ചിക്കൻ മസാല ചേർത്താണ് നല്ല ടേസ്റ്റ്, അല്ലാണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെന്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട, നമുക്കിത് കുക്കറിൽ വെക്കുന്നതാണെങ്കിൽ ഒറ്റൊരു വിസിലിനാവും കേട്ടോ. പക്ഷേ അന്നേരം എനിക്ക് തോന്നിയത് ഈ ഉരുളക്കിഴങ്ങെല്ലാം ഉണ്ടല്ലോ ഉടഞ്ഞു പോയിട്ട് കട്ടി കൂടി വരുന്ന പോലെ തോന്നലുണ്ട് കറിക്ക്. ഇങ്ങനെ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമല്ലേ, നമുക്കിങ്ങനെ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്കിനി അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഉരുളക്കിഴങ്ങും തക്കാളിയും വെന്ത് വരുന്നവരെ അടച്ചു വെക്കാം. അപ്പോൾ വെന്തതിന് ശേഷം നമുക്ക് തേങ്ങ ജീരകവും കൂടി അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ഉരുളക്കിഴങ്ങും തക്കാളിയും ഉള്ളിയുള്ള എല്ലാ കറി, ആ മസാല കറി ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട, ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാൽ അങ്ങ് ഉടഞ്ഞു പോയിട്ടുമില്ല. കണ്ട, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ മസാല കേട്ടോ. ചിക്കൻ മസാല ഇടുന്നവർക്കിടാം, നിങ്ങൾ ഏത് ചിക്കൻ മസാലയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ നമുക്ക്
അരച്ച് വെച്ച തേങ്ങയും ജീരകം ഇട്ട് കൊടുക്കാം. തേങ്ങയും ജീരകവും അരച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാൻ തേങ്ങയും ജീരകവും കൂടി അരച്ചതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ചിട്ട് വരട്ടെ കേട്ടോ. അതിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് മുട്ട പുഴുങ്ങിയതിൻ്റെ തോടെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്യാം. നമ്മളെ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം മസാലക്കറി മാത്രമല്ലേ, നമ്മളെന്താ ഉണ്ടാക്കാൻ പോകുന്നത്? മുട്ട മസാലയാണ്. അപ്പോൾ പുഴുങ്ങി വെച്ച മുട്ട നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മുട്ട പുഴുങ്ങിയതിൻ്റെ ഓരോരോ വരകൾ ഇട്ട് കൊടുത്തിന് കേട്ടോ. എന്നാലേ ഈ മസാല ഇതിലേക്ക് ശരിക്കും കയറുമല്ലോ. ഈ മസാലക്കറി നല്ല ടേസ്റ്റാണ്. ചോറിനായാലും ടേസ്റ്റാണ്, ചപ്പാത്തിക്കായാലും ദോശക്കായാലും ഏതിൻ്റെ കൂടെ പോകുന്ന ഒരു കറിയാണ് കേട്ടോ. അധികം നമ്മൾ തിളച്ച് കുറുകിയിട്ടില്ലെങ്കിൽ കറിക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നില്ല. ഇത് കണ്ട, എൻ്റെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്? ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാത്തവർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്കിത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഉള്ളി വറുത്തിടാം. നമ്മൾ മുട്ടിയിട്ടതിന് ശേഷം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തിടാനുള്ള ചീനച്ചട്ടി ഇപ്പുറത്തൊരു പാത്രത്തിൽ ചീനച്ചട്ടി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതാ നമ്മളെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിന്ന് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്ക് ഇതാ ഉള്ളി ആ കറിയിലേക്ക് വറുത്തിടാം. ഉള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് വറുത്തിടാം. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മൾ വറുത്തിടാനുള്ള ഉള്ളിയുടെ ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഈ ഉള്ളി മൂത്ത് വരുമ്പോഴുണ്ടല്ലോ ഒരു നുള്ളു മുളക് പൊടി ഈ മസാലയിലേക്ക് ഈ വറുത്തിടുന്നതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചാൽ കറിക്ക് നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതിന് കറിക്ക് വറുത്തിടാം. ഇതാ ഞാനിവിടെ ഉള്ളി കറിക്ക് വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, അടിപൊളിയല്ലേ കാണാൻ? ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെയൊന്ന് മുട്ടക്കറി ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ, ബൈ.